ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ക്യാൻഡി ജാറിനകത്ത് ഇപ്പോൾ ഉള്ളത് 2 പേരാണ്. ക്യാൻഡി ജാർ ഇതാണ്. അപ്പോൾ നമ്മൾ ക്യാൻഡി ജാറിനകത്ത് 2 പേരാണുള്ളത്. അപ്പോൾ ഈ ക്യാൻഡി ജാർ എന്താണെന്നും അതിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, എങ്ങനെയാണ് ഈ ഒരു ക്യാൻഡി ജാറിൽ നിങ്ങൾക്ക് വരാൻ പറ്റുക എന്നൊക്കെയുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അതിനായിട്ട് ഞാൻ എല്ലാ വീഡിയോസിനും 8 ലൈനിൽ കൂടുതലുള്ള കമൻറ്റ് ഇടുന്നവരിൽ നിന്നും ഞാൻ സെലക്ട് ചെയ്യുന്ന 2 പേര്, ഒരു വീക്കിൽ 2 പേരെ ഞാൻ സെലക്ട് ചെയ്യും. സൺഡേയോ സാറ്റർഡേ ഒക്കെ ആയിട്ട് 2 പേരെ സെലക്ട് ചെയ്യും. ആ 2 പേരെ ഞാൻ പോസ്റ്റ് വഴിയായിട്ടാണ്, അതായത് നമ്മുടെ ചാനലിൽ പോസ്റ്റിലോ അല്ലെങ്കിൽ പറ്റുമെങ്കിൽ ഇതുപോലെ ഷോർട്സ് ആയിട്ട് ഇടാം, അല്ലെങ്കിൽ പോസ്റ്റ് ആയിട്ടായിരിക്കും ഞാൻ ആരൊക്കെയാണ് സെലക്ട് ചെയ്തതെന്ന് പറയാം. അപ്പോൾ ഇതിനകത്തുള്ള 2 പേരെ ഞാൻ പോസ്റ്റ് വഴിയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ക്യാൻഡി ജാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, 8 വരെയ്ക്ക് കൂടുതലുള്ള കമൻറ്റ് എൻ്റെ എല്ലാ വീഡിയോസിലും അങ്ങനെ ഇടുന്ന ആ ഒരു വീക്കിൽ ഏറ്റവും കൂടുതൽ എൻ്റെ ചാനലിൽ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്ന 2 പേരേക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിനകത്ത് 2 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വന്നിട്ട് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ഗിവ് അവയുടെ വീഡിയോ ഇട്ടുണ്ട്. അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തവർ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഗിവ് അവയുടെ വീഡിയോയ്ക്ക് താഴെ ഞാൻ പറഞ്ഞിട്ട് ഗിവ് അവയുടെ റൂൾസ് എന്ന് പറഞ്ഞത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ആ വീഡിയോയും ഇതിൻ്റെ മുന്നേ നിങ്ങൾ ഏതെങ്കിലും ഒരു 3 വീഡിയോസ് ലൈക്കും അതുപോലെ കമൻറ്റും ഷെയറൊക്കെ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ആ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ ആ ഒരു വീഡിയോ ഗിവ് അവയുടെ വീഡിയോ എത്ര പേർക്ക് ഷെയർ ചെയ്തു എന്ന് കമൻറ്റ് ചെയ്യണം. ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്ത ആളായിരിക്കും ഞാൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഷെയർ ചെയ്തിട്ട് ആ ഷെയർ ചെയ്ത ഓരോ പേർക്ക് ഷെയർ ചെയ്തതും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം. നിങ്ങൾ വിന്നർ ആയാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ എനിക്ക് അയച്ച് തന്നില്ലെങ്കിൽ നിങ്ങളായിരിക്കില്ല കേട്ടോ വിന്നർ, അത് ശ്രദ്ധിക്കാം. പിന്നെ നിങ്ങൾ അങ്ങനെ ഒരു കമൻറ്റ് അങ്ങനെ ഇടാം, അതായത് നിങ്ങൾ എത്ര പേർക്ക് ഷെയർ ചെയ്തു എന്നുള്ള ഒരു കമൻറ്റ്. പിന്നെ ഉള്ളത് 5 വരിക്ക് കൂടുതൽ, അല്ല 5 8 വരിക്ക് കൂടുതലുള്ള ഒരൊറ്റ കമൻറ്റും നിങ്ങൾ ഇടണം. ഒന്ന് മാത്രം ഇടാൻ പാടുള്ളൂ. എനിക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ടൈപ്പ്, നമ്മുടെ ചാനലിനെ നന്നായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ പറയുന്നത് എല്ലാം കൂടി ചേർത്തിട്ട് ഒരു 8 വരിക്ക് കൂടുതൽ കമൻറ്റ് ഇടാം. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെയും സെലക്ട് ചെയ്യട്ടോ. പിന്നെ നിങ്ങൾ 5 വരിക്ക് താഴെയുള്ള എത്ര വേണമെങ്കിലും കമൻറ്റ്, 5 വരിക്ക് താഴെ എത്ര കമൻറ്റ് ഇട്ടാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, ഷെയർ ചെയ്ത് എത്ര പേർക്ക് ഷെയർ ചെയ്തു എന്നുള്ള ഒരു ഒറ്റ കമൻറ്റ് ആയിട്ട് ഇടുക. പിന്നെ 5 വരിക്ക് കൂടുതലുള്ള 5 8 വരിക്ക് കൂടുതലുള്ള ഒരു കമൻറ്റ് ഇടുക. പിന്നെ 5 വരിക്ക് താഴെ ഇഷ്ടമുള്ള അത്രയും കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ ഈ ഷെയറും ബെസ്റ്റ് കമൻറ്റും ഒരൊറ്റ ഒന്നും ഇടാൻ പാടുള്ളൂ. പിന്നെ മറ്റേതുണ്ടല്ലോ നമ്മൾ 5 വരിക്ക് താഴെ, അത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇടാം. അത് നമ്മൾ ചെയ്യുന്ന ഒന്നെങ്കിൽ ഓട്ടോ ഇട്ടിട്ട് അല്ലെങ്കിൽ കമൻറ്റ് പിക്കർ വഴിയോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഞാൻ ഒരു 8 പേരെ സെലക്ട് ചെയ്യും, 8 അങ്ങനെ എത്രയെങ്കിലും പേരെ സെലക്ട് ചെയ്യും. പിന്നെ ബെസ്റ്റ് കമൻറ്റ് ഉണ്ടല്ലോ 5 വരിക്ക് കൂടുതൽ, അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കമൻറ്റ് നോക്കിയിട്ട് ഒരാൾ സെലക്ട് ചെയ്യും. പിന്നെ ഷെയർ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്ത ആളെ നോക്കിയിട്ട് അങ്ങനെ ഒരാൾ സെലക്ട് ചെയ്യും. അതായത് നമ്മുടെ ഗിവ് അവയുടെ റൂൾസും അങ്ങനെയാണ് സെലക്ട് ചെയ്യാനുള്ളത്. അങ്ങനെ ആ 8 പേരിൽ നിന്നും ഞാൻ പിന്നെ എന്ത് ചെയ്യും, ഒരു 1 2 ആൾക്കാരെ സെലക്ട് ചെയ്യും. പിന്നെ ബെസ്റ്റ് കമൻറ്റ് ചെയ്ത ഒരാൾ, പിന്നെ ഷെയർ ചെയ്ത ഒരാൾ. പിന്നെ ഞാൻ ചെയ്യുന്നത് ഇതിനകത്ത് ഒരുപാട് പേര് വരുമല്ലോ, 200 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഞാൻ വിന്നറിനെ അനൗൺസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ അനൗൺസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് 200 ആകുമ്പോഴേക്കും ഒരുപാട് വീക്ക് കഴിയും. അങ്ങനെ ഒരുപാട് പേര് ഇതിനകത്ത് വരും. അപ്പോൾ ഇതിനകത്തുള്ള ആൾക്കാരെയും ബെസ്റ്റ് കമൻറ്റ് ചെയ്ത ആളെയും ഷെയർ ചെയ്ത ആളെയും പിന്നെ കമൻറ്റ് പിക്കർ വഴി സെലക്ട് ചെയ്ത 1 2 പേരെയും എല്ലാം കൂടെ ചേർത്തിട്ട് ഇതിനകത്തിട്ട് നമ്മൾ ഇതിനകത്ത് എഴുതിയിട്ട് അത്രയും പേരിൽ നിന്നും നമ്മൾ ഒരാൾ സെലക്ട് ചെയ്യും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് വന്നാൽ നിങ്ങൾ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ ബെസ്റ്റ് കമൻറ്റ് ആയിട്ട് അല്ലെങ്കിൽ കമൻറ്റ് പിക്കർ വഴി അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നതിൽ ആ 3 എണ്ണത്തിൽ ചിലപ്പോൾ അതിലും നിങ്ങൾ വിന്നറാവാം. ശേഷം ഇതിലും നിങ്ങൾക്ക് വിന്നറാവാൻ പറ്റും. ഇതിൽ നിങ്ങൾ വരികയാണെങ്കിൽ അഥവാ നിങ്ങൾ വിന്നറായി കഴിഞ്ഞാൽ 2 പ്രാവശ്യം നിങ്ങൾ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വിന്നിംഗ് ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ സെലക്ട് ചെയ്യുന്ന ആ ഒരാളായിട്ടും വിന്നറായിട്ട് വരിക. ആൾക്ക് നമ്മൾ പറഞ്ഞ ടിപ്സ് എല്ലാം അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പാരക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവർ 2 പേരും എൻ്റെ എല്ലാ വീഡിയോസിലും നല്ല കമൻറ്റ്സ് ഇട്ടിട്ടുള്ളവരാണ്. ഒന്ന് ഷിൻജു ആൻ്റണി Q2E എന്ന് പറഞ്ഞത്, പിന്നെ അഭയ രവി 8255 എന്ന് പറഞ്ഞ ഈ 2 അക്കൗണ്ടിനെയാണ് ഞാൻ ഫസ്റ്റ് വീക്കിൽ സെലക്ട് ചെയ്തത്. പിന്നെ കഴിഞ്ഞ വീക്കിൽ ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു 3ാമത്തെ വീക്കിൽ നമുക്ക് 3 4 വിനേഴ്സിനെ ഈ ഒരു ക്യാൻഡി ജാറിലേക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തായാലും ഈ 2 പേരെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവർ 2 പേരും എൻ്റെ എല്ലാ വീഡിയോസും നല്ല കമൻറ്റ് ഇട്ടതുകൊണ്ടാണ് ഞാൻ ഇവരെ സെലക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കും ഇതിനകത്ത് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ എൻ്റെ എല്ലാ വീഡിയോസും കണ്ട് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് 2 പേരും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്കും വിന്നറാവാം. എന്തായാലും പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കലും മറക്കരുത്.